എൻ്റെ അനുജൻ്റെ പേര് രാജമോഹനൻ എന്നാണ്. അവൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച ഒരു പുസ്തകം തുടർന്നുള്ള ജീവിതത്തിൽ ഉടനീളം എനിക്ക് വഴികാട്ടിയായി നിൽക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് നല്ലവനായ കാട്ടാളൻ എന്നാണ്. ആ പേര് തന്നെ എന്നെ അന്ന് വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. വളരെ അനാകർഷകമായി പുറത്തിറക്കിയ ഒരു പുസ്തകമായിരുന്നു അത്. പക്ഷേ അതിലെ ആശയങ്ങൾ നമ്മെ എളുപ്പത്തിൽ പിടികൂടുന്ന വിചിത്ര സൗന്ദര്യമുള്ള ആശയങ്ങൾ ആണ്. നോബിൾ സാവേജ് എന്ന ആശയത്തിൻ്റെ വിവർത്തനമായിട്ടാണ് നല്ലവനായ കാട്ടാളൻ എന്ന പ്രയോഗം വരുന്നത്. നല്ലവനായ കാട്ടാളൻ പ്രകൃതിയെ ദ്രോഹിക്കാത്ത, ഊർജം അധികം ഉപയോഗിക്കാത്ത, ഊർജലുബ്ധുള്ള ആളാണ്. ഈ കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രബന്ധമാണ് നല്ലവനായ കാട്ടാളനിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അതിൽ യേശുദാസിൻ്റെ സംഗീത ജീവിതത്തെ വിമർശനാത്മകമായി കാണുന്ന ഒരു ലേഖനവും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആ പുസ്തകം വളരെ വ്യത്യസ്തമായ ഒന്നായി അനുഭവപ്പെട്ടു. അതോടെ ആ പുസ്തകം എഴുതിയ ആൾ എൻ്റെ ആത്മാവിൻ്റെ അയൽക്കാരനായി മാറി, ഡോക്ടർ TP സുകുമാരൻ. ആ പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിൻ്റെ ജീവിതരേഖ, ബയോഡാറ്റ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ TP സുകുമാരൻ ഏത് നാട്ടുകാരനാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലായില്ല. പക്ഷേ ഏതോ സ്രോതസ്സിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്ന്, കണ്ണൂരുകാരനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ശ്രദ്ധയുടെ കേന്ദ്രത്തിൽ തന്നെ വന്നു നിന്നു എന്ന് പറയാം. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം എന്നും, അദ്ദേഹം കോളേജ് പഠനം ഏതാണ്ട് സ്വന്തം നിലക്ക് നടത്തിയ ആളാണ് എന്നും, സംഗീതത്തിലും ചിത്രകലയിലും മാർക്സിസത്തിലും പാരിസ്ഥിതിക ശാസ്ത്രത്തിലും ഒക്കെ അദ്ദേഹത്തിന് സവിശേഷമായ താല്പര്യമുണ്ട് എന്നും, അദ്ദേഹം PhD ഗവേഷണം നടത്തിയത് കേസരി ബാലകൃഷ്ണപിള്ളയുടെ നിരൂപണ ലോകത്തെക്കുറിച്ചാണ് എന്നും ഒക്കെ പടിപടിയായി അറിയാനിടയായി. അങ്ങനെ സുകുമാരൻ മാഷെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം വലിയൊരു പ്രവർത്തകനായി, വലിയൊരു ആക്ടിവിസ്റ്റായി മനസ്സിൽ നിറഞ്ഞു നിന്നു എന്ന് പറയാം. അക്കാലത്ത് കേരള സാഹിത്യ അക്കാദമി കാലടി ആശ്രമത്തിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ ക്യാമ്പ് ചില എഴുത്തുകാരെ പരിചയപ്പെടാനുള്ള അവസരമായിരുന്നു. സുകുമാരൻ മാഷ ക്യാമ്പിൽ വരുന്നില്ല. പക്ഷേ ആ ക്യാമ്പിൽ വെച്ച് സാഹിത്യ നിരൂപണത്തിൽ പ്രവർത്തിക്കാനുള്ള പുതിയൊരാവേശം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കൈവരികയുണ്ടായി. ഏതാണ്ട് ആ സമയത്താണ് NN കക്കാട് രോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. സാഹിത്യ അക്കാദമിയുടെ മാസികയായ സാഹിത്യ ലോകം ഒരു കക്കാട് പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ലേഖനം എഴുതാമോ എന്ന് അതിൻ്റെ പത്രാധിപരായിരുന്ന കടാങ്കോട് പ്രഭാകരൻ എന്നോട് ചോദിച്ചു. കക്കാടിൻ്റെ കോമിക് ജീനിയസിനെ കുറിച്ച്, ഹാസ്യഭാവനയെക്കുറിച്ച് ഒരു ലേഖനം വിഷാദിയായ വിദൂഷകൻ എന്ന പേരിൽ എഴുതി അയച്ചു കൊടുത്തു. ആ ലക്കം കുറേ വൈകിട്ടാണ് പുറത്തു വന്നത്, കക്കാട് പതിപ്പ്. ആ കക്കാട് പതിപ്പിൽ
കക്കാടിൻ്റെ ദാദായിസ്റ്റ് കവിതകളെക്കുറിച്ച് വളരെ വളരെ വ്യത്യസ്തമായ നവീനാശയങ്ങളുടെ പ്രദർശനശാലയായ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് എഴുതിയയാളുടെ പേര് ഡോക്ടർ ടി പി സുകുമാരൻ എന്നാണ്. ആ മാസിക കിട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ഒരു ഇൻലൻഡ് ലെറ്റർ കാർഡ് വരികയുണ്ടായി. ഒരു ഇൻലൻഡിൻ്റെ 3 പുറവും നിറയെ അത്ര ഭംഗിയൊന്നുമില്ലാത്ത എങ്കിലും ഒരു പ്രത്യേകതരം ഭംഗിയുള്ള എഴുത്ത് ഉണ്ടായിരുന്നു. അത് സുകുമാരൻ മാഷയുടെ കത്തായിരുന്നു. ഈ കോമിക് ജീനിയസിനെ കുറിച്ചുള്ള ലേഖനം വായിച്ചിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അതിൽ ധാരാളം വിമർശനങ്ങളും ഉണ്ട്. ഒരു പുതിയ എഴുത്തുകാരനെ വേണമെങ്കിൽ നിരാശപ്പെടുത്താവുന്ന തരത്തിലുള്ള കഠിനമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു അവ. അതിൻ്റെ താഴെ സുകുമാരൻ മാഷ് ഇങ്ങനെ എഴുതിയിരുന്നു: വല്ലപ്പോഴും കണ്ണൂരിൽ വരികയാണെങ്കിൽ വീട്ടിലേക്കൊക്കെ വരിക. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ചിറക്കൽ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ചാലോട് എന്ന സ്ഥലത്താണ്. അവിടത്തേക്ക് ചന്തേരയിൽ നിന്ന് വണ്ടി കയറി വരാമല്ലോ. അങ്ങനെ എന്തോ ഒരു വാക്യം കൂടി എഴുതിയിരുന്നു. അതെനിക്ക് വലിയ സന്തോഷം പകർന്നു. ആ വിമർശനവും സന്തോഷം പകർന്നു. മാഷ് ഇങ്ങനെ ഒരു കത്തെഴുതി, മാഷ് വീട്ടിലേക്ക് എന്നെ വിളിച്ചു എന്നൊക്കെയുള്ള കാര്യം എന്നെ ഉയർത്തുകയാണ്. ഞാൻ അന്ന് പറക്കുകയായിരുന്നു പറയാം, സന്തോഷം കൊണ്ട്. അംഗീകാരം എന്നുള്ള നടക്കല്ല, മാഷെ പരിചയപ്പെടാനും മാഷോട് സംസാരിക്കാനും ഉള്ള ഒരു അവസരം ഇങ്ങനെ കൈവന്നിരിക്കുന്നു, മാഷയുടെ തന്നെ മുൻകൈയിൽ കൈവന്നിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം പകർന്നു. അധികം വൈകാതെ ഒരു ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടി ഞങ്ങളുടെ ചന്തേരയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിയുണ്ട്. അതിൽ കയറിയിട്ട് ചിറക്കൽ ഇറങ്ങി. അപ്പോൾ മാഷയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അത് ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് അധികം ദൂരമല്ല മാഷയുടെ വീട്. ഒരു പഴയ തറവാടായിരുന്നു. വാടകക്ക് അവിടെ താമസിക്കുകയാണ്. പുതിയ വീടിൻ്റെ പണി കണ്ണൂർ ടൗണിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ മാഷോട് സംസാരിച്ചു. മാഷോട് സംസാരിച്ചു എന്ന് പറയുന്നത് അത്ര ശരിയല്ല, കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച കുറവാണ്. അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാനാണ് ശ്രമിച്ചത്. ചിത്രകലയെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാംസ്കാരിക മാനങ്ങളെക്കുറിച്ച് ഒക്കെ മാഷ് പരസ്പരം ഇൻഫർമേഷൻ നൽകല്ല, ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കാണാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു മാഷ് ആ സംസാരത്തിൽ നടത്തിയത്. എനിക്ക് വലിയ വെളിച്ചമാണ് കിട്ടിയത്. ആ വർത്തമാനം കഴിഞ്ഞ് വൈകുന്നേരത്തെ വണ്ടിയുടെ സമയം കണക്കാക്കി പുറത്തിറങ്ങുമ്പോൾ എനിക്ക് തടി കൂടിയതുപോലെ തോന്നിയിരുന്നു. എനിക്ക് കൂടുതൽ ആരോഗ്യം എന്നതുപോലെ അനുഭവപ്പെട്ടിരുന്നു. അത്ര വലിയ ഒരു പ്രചോദനം ആണ് മാഷുടെ ആ മുഴുപ്പകൽ സംസാരത്തിൽ നിന്ന് കിട്ടിയത് എന്ന് ഇന്നും എനിക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സുകുമാരൻ മാഷുമായിട്ട് നല്ല അടുപ്പം തുടങ്ങി. പിന്നീട് പല ഞായറാഴ്ചകളിലും മാഷയുടെ വീട്ടിലേക്ക് പോയി മാഷയുടെ ചെലവിൽ മാഷയുടെ ടീച്ചർ തരുന്ന ചായയും ഊണും ഒക്കെ കഴിച്ചുകൊണ്ട്, മാഷയുടെ തമാശകൾ കേട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഞങ്ങൾ മുഴുകുകയുണ്ടായി. അത് മാഷയുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് എനിക്ക് തോന്നി. ഞാനാണ് മാഷയുടെ ഏറ്റവും അടുത്ത ആളെന്ന്. പക്ഷേ അതത്ര ശരിയായ ഒരു നിഗമനമായിരുന്നില്ല. മാഷോട് ഇങ്ങനെ അടുപ്പമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ചില ആളുകളുടെ പേര് എനിക്ക് പറയാൻ സാധിക്കും. TN പ്രകാശ് അതിലൊരാളായിരുന്നു, KT ബാബുരാജ്, ശിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ്, ഇങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. PA വാസുദേവൻ, ജോസ് വെമ്മേലി, പല നിലകളിലുള്ള ആൾക്കാർക്ക് മാഷോട് ഇങ്ങനത്തെ വല്ലാത്ത അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ മുഖ്യധാരയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായിട്ട് മാഷ്ക്ക് പരിചയമുണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള സൗഹാർദ്ദം ഉണ്ടായിരുന്നില്ല എന്നും എനിക്ക് അപ്പോൾ തോന്നുകയുണ്ടായി. അങ്ങനെ പിന്നെ മാഷോടുള്ള അടുപ്പം വർദ്ധിച്ച് വന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധയോട് കേൾക്കണമെന്ന് തോന്നി. അത് ഇതാണ്: സാഹിത്യ നിരൂപണത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ചിത്രകലയെക്കുറിച്ചും വാദ്യകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും പരിസ്ഥിതി ദർശനത്തെക്കുറിച്ചും മനസ്സിലാക്കണം. അത് പടിപടിയായി ചെയ്യാം. ചിത്രകലയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, ഇന്ന് കുറേ കൂടി എളുപ്പമുണ്ട്. സംഗീതത്തെക്കുറിച്ചും വാദ്യകലയെക്കുറിച്ചും മനസ്സിലാക്കാൻ കുറച്ചും കൂടി ശ്രദ്ധയും ശ്രമവും വേണ്ടി വരും. അങ്ങനെ ചിത്രകലയെക്കുറിച്ച് മാഷ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് സാൽവദോർ ദാലി എന്ന സർറിയലിസ്റ്റ് ചിത്രകാരനെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ ദാലിയെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്കറിയാം, എങ്കിലും അദ്ദേഹം പറഞ്ഞത് വളരെ ഉൾക്കാഴ്ച തരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, തിരക്കില്ലെങ്കിൽ നമുക്കൊന്ന് കണ്ണൂർ വരെ പോകാം. അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ട് കണ്ണൂർ എത്തി. ഇനി കുറച്ച് നടക്കാൻ പറഞ്ഞു. മാഷ് റെയിൽവേ സ്റ്റേഷനും കടന്നിട്ട് ഞങ്ങൾ പോയി.
ഒരു പഴയ വീട്ടിന് മുന്നിൽ മുസ്ലിം തറവാടെന്ന് തോന്നുന്ന ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അത് പഴയ ബ്രിട്ടീഷ് കാലത്ത് വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആമു സാഹിബിന്റെ സ്വന്തം വീടായിരുന്നു. അദ്ദേഹം പണ്ടേ മരിച്ചുപോയി. കേരളത്തിലെ പ്രമുഖനായ കഥാകൃത്തും ഡോക്യുമെന്ററി ഫിലിം മേക്കറും ഒക്കെ ആയ, ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ എം.എ. റഹ്മാന്റെ ഭാര്യ വീടായിരുന്നു അത്. റഹ്മാൻ മാഷ് അന്ന് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ദാലിയുടെ ഒരു പെയിന്റിങ് വാങ്ങാൻ വേണ്ടി, പെയിന്റിങ്ങിന്റെ ആൽബം, സുകുമാരൻ മാഷ് വാങ്ങിച്ച ഒരു ആൽബം റഹ്മാൻ മാഷ് നോക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. അപ്പോൾ റഹ്മാന്റെ കയ്യിൽ നിന്ന് ആൽബം വാങ്ങി എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അന്ന് ഞങ്ങൾക്കത് കിട്ടിയില്ല, കാരണം റഹ്മാൻ അവിടെ അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കും, അന്ന് കണ്ണൂർ ഇത്ര തിരക്കുള്ള നഗരമല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ മാഷ് ദാലിയുടെ സവിശേഷമായിട്ടുള്ള ലോകവീക്ഷണത്തെക്കുറിച്ചും ചിത്രകലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ദാലിയുടെ ഒരു ഡയറി ഓഫ് എ ജീനിയസ്, അദ്ദേഹത്തിന് ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമാണല്ലോ, അത് വിവർത്തനം ചെയ്യാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയത്. അത് പെട്ടെന്ന് വിവർത്തനം ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന് അവതാരിക എഴുതിയത് ടി പി സുകുമാരൻ മാഷ് ആയിരുന്നു. മാഷ്ക്ക് വാദ്യകലയിൽ വലിയ പ്രാവീണ്യമുണ്ട്, മൃദംഗത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ മൃദംഗം വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ സീമിയോട്ടിക്സിനെ കുറിച്ച്, അതിൻ്റെ മുദ്രാശാസ്ത്രത്തെക്കുറിച്ച്, അങ്ങനെ മാഷ് പറയാം, അതിൻ്റെ ചിഹ്നശാസ്ത്രത്തെക്കുറിച്ച് മാഷ് വിശദീകരിച്ച് തന്നു. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല, എങ്കിലും അതൊരു വലിയ വിഷയമാണ് എന്ന് തോന്നുന്ന തരത്തിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചു. അത് മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അക്കാലത്താണ് എൻ്റെ കല്യാണം വരുന്നത്. അതിന് തൊട്ട് മുമ്പേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ താല്പര്യപ്പെട്ടുണ്ടാക്കിയ എക്കോസ് എന്ന് പറയുന്ന കലാസമിതിയുടെ കെട്ടിടത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി സുകുമാരൻ മാഷെ വിളിച്ചിരുന്നു. അപ്പോൾ മാഷ് ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മാഷ് ഉദ്ഘാടകനാണെന്ന് മനസ്സിലായത്. അപ്പോൾ മാഷ് പറഞ്ഞു, ഒരു കെട്ടിടം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യമായിട്ടാണ്, ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ഉറപ്പ് തരണം, എന്നാൽ മാത്രമേ ഞാൻ ഉദ്ഘാടനം ചെയ്യൂ, കെട്ടിടം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമായില്ല എന്നൊക്കെ മാഷുടെ മട്ടിൽ പറഞ്ഞുകൊണ്ട് മാഷ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് മാഷ് നടത്തിയ ചെറിയ പ്രസംഗമുണ്ട്. മാഷ് ഒരു 10-20 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. അന്ന് ഞങ്ങളുടെ നാട്ടുകാരനും മാഷുടെ ചിറക്കൽ താമസക്കാരനും ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലെ അധ്യാപകനൊക്കെ ആയിട്ടുള്ള, കേരളത്തിൽ ഫോക്ലോർ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരാൾ, ഫോക്ലോർ പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരാൾ, CMS ചന്ദേര, ശങ്കരൻ നായർ എന്നാണ് പേര്, ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. പിന്നെ അദ്ദേഹം ചിറക്കലേക്ക് മാറി. അപ്പോൾ അദ്ദേഹം കൂടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വലിയൊരു വയലിലാണ് ആ മീറ്റിംഗ് ഞങ്ങൾ നടത്തിയിരുന്നത്. അന്ന് ഇപ്പോഴൊക്കെ മാറി, പണ്ട് വയലായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് CMS ചന്ദേര, ഫോക്ലോർ ജീവിതം, ഗ്രാമത്തിൻ്റെ ഫോക്ലോർ ജീവിതം, അതിന് ജ്ഞാനപരമായ പ്രാധാന്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു പ്രസംഗം മാഷ് നടത്തി. അത് വളരെ വിചിത്ര സൗന്ദര്യമുള്ള ഒരു വിഷയമായിരുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എന്നെ ആകെ മാറ്റി തീർത്ത പ്രസംഗങ്ങളിലൊന്നാണ് അത്. അപ്പോൾ അത് ഒരു അനുഭവം. അതിനുശേഷമാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ കല്യാണത്തെക്കുറിച്ച് മാഷോട് പറഞ്ഞ സമയത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിലന്ന് മാഷ് വന്നിട്ടുണ്ട്. ഈ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ചായ പിടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു, പഴയ എൻ്റെ അച്ഛനുള്ള വീട്ടിലേക്ക്, അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ്. ആ 2 വീടുകൾ തമ്മിൽ അധികം ദൂരമില്ല എന്ന് ഞാൻ പറഞ്ഞു, റെയിലിന് അപ്പുറവും ഇപ്പുറമാണ് എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞു, ഈ വധുവിനെയും കൂട്ടി പോകാൻ നീ കാറൊന്നും ഏർപ്പാടാക്കണ്ട, അതുപോലെ ബസ്സിൻ്റെയും കാര്യമില്ല, അത്ര ചെറിയ ദൂരമേ നടന്നു പോകാം, ഞാനതിന് നേതൃത്വം വഹിക്കാമെന്ന് പറഞ്ഞു. ആ വിവാഹ ഘോഷയാത്രയ്ക്ക് ഞാനാണ് മുന്നിൽ നടക്കുക എന്നൊക്കെ മാഷ് തമാശക്ക് പറഞ്ഞു. ഏതായാലും മാഷ് കല്യാണത്തിന് കൃത്യമായിട്ട് വന്നു. പിന്നെ ഞാൻ അധികം എഴുത്തുകാരെയൊന്നും വിളിച്ചിരുന്നില്ല, അന്ന് എനിക്ക് അങ്ങനെ പരിചയമായിട്ടില്ല. കുറച്ച് നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ചില സഹപ്രവർത്തകർ, അങ്ങനെ കുറച്ച് ആളുകൾ ഒരു നാടൻ കല്യാണത്തിൻ്റെ മട്ടിലാണ് നടന്നത്. ഏതായാലും മാഷ് സന്തോഷത്തോടു കൂടി ആ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ 2 പേരുടെയും, എൻ്റെയും വനജയുടെയും ജീവിതത്തിലെ വലിയ കാര്യങ്ങളൊന്നായിട്ട് ഞങ്ങൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ മാഷുടെ സൗഹൃദത്തെക്കുറിച്ചാണല്ലോ പറയേണ്ടത്. മാഷ് ഗുണ്ടകളെ സൃഷ്ടിക്കുന്ന ഒരാളല്ല, അങ്ങനെയുണ്ടല്ലോ. ഒരു വലിയ ഗുരു, ആ ഗുരുവിൻ്റെ കീഴെ ഒരുപാട് ശിഷ്യന്മാർ, ഈ ശിഷ്യന്മാർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഗുരുവിനെ നിത്യമായിട്ട് ന്യായീകരിക്കാൻ ആണ് ഈ ശിഷ്യന്മാരുടെ ഒരു ധർമ്മം. അത് ഞാൻ ഗുണ്ടാപ്പടാന്ന് പറയുന്നത്. അങ്ങനെ ഈ സാംസ്കാരിക ഗുണ്ടകളെ സൃഷ്ടിക്കുന്ന ഒരാളായിരുന്നില്ല മാഷ്ക്ക് ശിഷ്യന്മാരും വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. മാഷ് പ്രചോദകനായിരുന്നു. നല്ല അധ്യാപകന്മാർ പ്രചോദകന്മാരാണല്ലോ. മാഷ് ആളുകളെ പ്രചോദിപ്പിച്ചു. അല്ല തന്നെ പോലെ തൻ്റെ
കൂടെയുള്ളവർ തൻ്റെ സുഹൃത്തുക്കൾ ചിന്തിക്കണം എന്നുള്ള വിചാരം മാഷുണ്ടായിരുന്നില്ല, മാത്രമല്ല ചിന്തിക്കാൻ പാടില്ല എന്ന വിശ്വാസം തന്നെ മാഷക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. സൗഹൃദത്തിൻ്റെ ഒക്കെ മാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യത്തിന് എതിർപ്പുകളൊക്കെ രേഖപ്പെടുത്തിയതും ഓർമ്മയുണ്ട്. മാഷ പ്രസംഗം അതിൻ്റെ ശൈലി എന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ അനൗപചാരികമായിട്ടുള്ള ശൈലിയാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം ഉണ്ടല്ലോ, ഈ മൈക്കിലൂടെ പ്രസംഗിക്കുന്ന ആൾ അറിവിൻ്റെ എല്ലാം തികഞ്ഞ ആൾ, അയാൾ വലിയ അധികാര ശക്തി, അയാളുടെ കീഴിൽ മറ്റുള്ളവർ കീഴടങ്ങിക്കൊള്ളുക, അയാളുടെ മുന്നിൽ മറ്റുള്ളവർ കീഴടങ്ങിക്കൊള്ളുക, ഈ നിലക്കുള്ള ഒരു സമീപനമല്ല മാഷിന്റെ പ്രസംഗത്തിൽ നമുക്ക് കിട്ടുക. മാഷ് ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നു, അപ്പോൾ സംവാദാത്മകമായ ഒരു അന്തരീക്ഷമാണ് ആ പ്രസംഗത്തിലൂടെ രൂപപ്പെടുക. ഇങ്ങനെയാണ് മാഷിന്റെ പ്രസംഗം വന്നത്. അതും എന്നെ ആകർഷിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ 60 വയസ്സ് പൂർത്തിയായിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമാണ് മാഷ് ജീവിച്ചത്. 64-ാമത്തെ വയസ്സിലോ മറ്റോ മാഷ് മരിച്ചുപോയി. അത് അവസാനം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള അസുഖത്തിലായിരുന്നു മാഷ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് കുറേ വൈകിട്ടാണ്. മാഷ് പെട്ടെന്ന് ക്ഷുഭിതനാവുന്നത്, വലിയ യുക്തിയൊന്നുമില്ലാതെ മാഷ്ക്ക് ദേഷ്യം വരുന്നത് ഒക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അത് രോഗവുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ വൈകി. പിന്നെ ഞാൻ നടുവേദനയായിട്ട് കുറേ മാസങ്ങളോളം വീട്ടിൽ കിടപ്പിലായിപ്പോയി, സ്കൂളിൽ പോകാനാവാതെ. അപ്പോൾ മാഷ് അവസാനത്തെ നാളുകളിൽ മാഷുമായിട്ട് നിത്യബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. മാഷ് മരിച്ച വിവരം അദ്ദേഹത്തിന് അന്നത്തെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളായ NC മമ്മൂട്ടി മാഷ് അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഈ രോഗശയ്യയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കണ്ട സുകുമാരൻ മാഷ് എനിക്ക് പരിചയമുള്ള, വർഷങ്ങളോളം പരിചയമുള്ള ഒരാളായിരുന്നില്ല. മാഷ് ആകെ മാറിപ്പോയിരുന്നു. അത് വല്ലാത്തൊരു കാഴ്ചയായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. അദ്ദേഹം വിട പറഞ്ഞതിന് ശേഷം സ്മാരക സമിതി ഉണ്ടായി മമ്മൂട്ടി മാഷയുടെ ഉത്സാഹത്തിൽ. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് മാറി. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും മാഷയുടെ ലേഖനങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. മാഷ്ക്ക് ഉണ്ടാക്കാവുന്ന സ്മാരകം കെട്ടിടമൊന്നുമല്ല. മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, കെട്ടിടം കൊണ്ട് കാര്യമില്ല, പ്രവർത്തനമാണ് വേണ്ടത്. അതുകൂടി ഓർത്തുകൊണ്ട് ഞങ്ങൾ മാഷയുടെ ലേഖനങ്ങൾ ചെറിയ മാസികകളിൽ നിന്നും ചെറിയ ആളുകളുടെ ശേഖരത്തിൽ നിന്നും സ്മരണികകളിൽ നിന്നൊക്കെ ശേഖരിച്ച് സാമാന്യം വലിയ ഒരു വാല്യം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വത്സരൻ വാതുശ്ശേരിയും SS ശ്രീകുമാറൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉർവരയുടെ താളം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇപ്പോൾ സന്തോഷം പകരുന്ന ഒരു കാര്യം, കേരള സാഹിത്യ അക്കാദമി മാഷുടെ എല്ലാ ലേഖനങ്ങളും ചേർത്ത് ഒരു വലിയ വാല്യം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാഷ് പ്രസിദ്ധീകരിച്ച നിരൂപകനായ കേസരി തുടങ്ങി അത് മുഴുവൻ ഗദ്യ ലേഖനങ്ങളും ചേർത്തുകൊണ്ട്, നാടകങ്ങളല്ല ഗദ്യ ലേഖനങ്ങളും ചേർത്തുകൊണ്ട് ഒരു വലിയ വാല്യം ഇറക്കാൻ വേണ്ടി കേരള സാഹിത്യ അക്കാദമി തീരുമാനിച്ചിട്ടുണ്ട്. അധികം വൈകാതെ ആ പുസ്തകം പുറത്തു വരും എന്ന് വിചാരിക്കാം. മാഷുടെ നാടകങ്ങൾ വല്ലാതെ ആകർഷിച്ചതാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നാടകം ആയഞ്ചേരി വല്യശമാനാണ്. കേരളത്തിലെ പ്രാദേശികമായ നാടക സംസ്കാരത്തിൽ നിന്ന് ഒരു നാടകം. അത് ഒരേ സമയം കേരള ഗ്രാമത്തിൻ്റെ ചരിത്രമാണ്, കേരള നാടകത്തിൻ്റെ ചരിത്രമാണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ്, കേരളത്തിൻ്റെ അഭിനയ ചരിത്രമാണ്, കേരളത്തിലെ പഴയ സംഗീതത്തിൻ്റെ ചരിത്രമാണ്. ആ നാടകം പുതിയ കാലത്തോട് പുതിയ പ്രശ്നങ്ങളുമായി സംവദിക്കുകയും ചെയ്യും. അങ്ങനെ വല്ലാത്ത ജൈവ സ്വഭാവമുള്ള ഒരു ഘടനയാണ് ആയഞ്ചേരി വല്യശമാൻ ഉള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് എഴുതാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പലതവണ ആ നാടകം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മാരുടെ കൂടെയും അല്ലാതെയും കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് സുകുമാരൻ മാഷെക്കുറിച്ച് പറയേണ്ടത്. സുകുമാരൻ മാഷ് നിത്യ വിദ്യാർത്ഥി എന്നാണ് സ്വയം വിളിക്കുക. ഞാൻ എപ്പോഴും വിദ്യാർത്ഥിയാണ്. അധികാരിയായിട്ട് പേര് പറയാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഈ പാഠമാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഏറ്റവും കാര്യമായിട്ട് സ്വീകരിച്ച പാഠം. നമ്മൾ ഒന്നിൻ്റെയും അധികാരികളല്ല, അറിവിൻ്റെ അധികാരികളല്ല, ഒന്നിൻ്റെ അധികാരികളല്ല. നമ്മൾ ലോകത്തെ കൗശലത്തോടെയല്ല കാണേണ്ടത്, കൗതുകത്തോടെയാണ്. ആ കൗതുകത്തോടെയുള്ള നോട്ടം ഒരുപാട് അറിവുകൾ നമുക്ക് തരും. ആ അറിവിൻ്റെ ഊർജ്ജത്തിലാണ് നമുക്കൊരു സാമൂഹ്യ ജീവിതം സാധ്യമാവുക. ഇതാണ് സുകുമാരൻ മാഷിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പാഠം.